എല്ലാ മനുഷ്യർക്കും സ്കിൽ ലെവൽ അഥവാ നൈപുണ്യ നിലവാരം എന്ന ഒരു ഘടകമുണ്ട്. ആയതുപോലെ ചാലഞ്ച് ഓഫ് ദി ടാസ്ക്, ചുമതലയുടെ വെല്ലുവിളി എന്ന ഒരു ഘടകവുമുണ്ട്. നമ്മുടെ നൈപുണ്യ നിലവാരം ഉയർന്നതും ചുമതലയുടെ വെല്ലുവിളി വളരെ കുറവുമാണെങ്കിൽ നമുക്ക് വിരസതയുണ്ടാകാം. ആയതുപോലെ നമ്മുടെ നൈപുണ്യ നിലവാരം കുറവായിരിക്കുകയും ചുമതലയുടെ വെല്ലുവിളി ഉയർന്നതായിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിരാശയും ഉത്കണ്ഠയും ഉണ്ടാകാം. എന്നാൽ വെല്ലുവിളിയുടെ തലം നമ്മുടെ കഴിവുകളുടെ നിലവാരവുമായി പൊരുത്തപ്പെടുമ്പോൾ നമുക്കൊരു ഫ്ലോ അഥവാ ഒഴുക്കുണ്ടാകുന്നു. എന്നാൽ ഈ പൊരുത്തപ്പെടൽ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഇവിടെയാണ് പാർട്ട്ണർഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായുള്ള പങ്കാളിത്തത്തിൻ്റെ ആവശ്യകത ഏറുന്നത്. അതുകൊണ്ടത്രേ 127 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, അൺലെസ് ദി ലോർഡ് ബിൽഡ്സ് ദി ഹൗസ്, ദോസ് ഹു ബിൽഡ് ഇറ്റ് ലേബർ ഇൻ വെയിൻ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ വീട് പണിയണം, നാം കൂടെ പണിയണം. അങ്ങനെ ദൈവവുമായുള്ള പങ്കാളിത്തത്തോടെ നാം മുന്നേറുമ്പോൾ നമ്മുടെ നൈപുണ്യ നിലവാരം കുറവായിരിക്കുകയും മുൻപിലുള്ള വെല്ലുവിളി ഉയർന്നതായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഒരു പൊരുത്തപ്പെടലുണ്ടാകുവാൻ ദൈവം നമുക്ക് സഹായിയായി വരുന്നു. ഇസ്രായേൽ നിരകളെ 40 ദിവസത്തോളം വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ നേരിടുവാൻ ദാവീദ് ഇതാ തയ്യാറെടുക്കുകയാണ്. ദാവീദിൻ്റെ സ്കിൽ ലെവൽ, നൈപുണ്യ നിലവാരം ബാല്യം മുതൽ യോദ്ധാവായിരിക്കുന്ന ഗോലിയാത്തിൻ്റെ മുമ്പിൽ വളരെ കുറവായിരുന്നു. സ്കിൽ ലെവൽ, നൈപുണ്യ നിലവാരം കുറവ്, ചലഞ്ച് ഓഫ് ദി ടാസ്ക്, ചുമതലയുടെ വെല്ലുവിളി ഉയർന്നതും പൊരുത്തപ്പെടുവാൻ കഴിയാത്ത ഒരു തലം. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായുള്ള പങ്കാളിത്വത്തിൽ അവൻ ഏർപ്പെട്ടിരുന്നവനാണ്. അതുകൊണ്ടാണ് ഗോലിയാത്തിനോട് ദാവീദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും. നമുക്ക് നേരെ നിൽക്കുന്ന വെല്ലുവിളികളോട് നമുക്ക് ഇന്ന് ഇങ്ങനെ പറയാം, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.